ഈ പരിപാടിയുടെ അധ്യക്ഷയും മഹിളാ മോർച്ചയുടെ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീമതി അഞ്ജന MP അവർകൾ, പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം നഗരസഭയുടെ നെടുങ്കാട് വാർഡിന്റെ കൗൺസിലറും കൂടിയായിട്ടുള്ള ശ്രീമതി ബീന RC, നമ്മുടെ VT രമ ടീച്ചർ, അതുപോലെ മഹിളാ മോർച്ചയുടെ പ്രിയപ്പെട്ട നേതാവും അതുപോലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള ശ്രീമതി മഞ്ജു GS, മറ്റു വേദിയിലിരിക്കുന്ന മഹിളാ മോർച്ചയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഒരു ഭാഗമായി നിൽക്കുന്നത്. കാരണം നമ്മൾ ആരും ഇന്നിവിടെ വന്നത് ഒരു ദാനം വാങ്ങാനോ ഒന്നുമല്ല. നമുക്ക് അർഹതപ്പെട്ട അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളോട് ആരും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ നൂറ്റാണ്ടുകളായി നമ്മൾ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതൃത്വത്തിന്റെയും പിൻബലമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തവരാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് നമ്മൾ സമരത്തെക്കുറിച്ചൊന്നും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്കറിയാം, ഈ വനിതാ സംവരണ ബില്ല് വന്നപ്പോൾ ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സന്തോഷിച്ചതാണ്. ഒരുപാട് സന്തോഷം തോന്നി നമുക്ക്. കാരണം നിയമനിർമ്മാണത്തിലൊക്കെ തന്നെ നമുക്കും അതിലുള്ളൊരു പങ്കെടുക്കാൻ സാധിക്കുമല്ലോ എന്നൊരു സന്തോഷമുണ്ടായിരുന്നു. നാരിശക്തി വന്ദൻ അധിനയം എന്നൊരു പദ്ധതി പാർലമെന്റിൽ അമെൻമെന്റോടുകൂടി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു, കാരണം എന്തായാലും നമ്മുടെ ഡീലിമിറ്റേഷനൊക്കെ ശേഷം ഒരുപാട് വനിതകൾക്ക് പ്രാധാന്യം കിട്ടും. നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം 140 കോടി ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ 70 കോടിയിലധികം വരുന്നത് സ്ത്രീ ജനങ്ങളാണ്. ഈ സ്ത്രീ ജനങ്ങൾക്കൊക്കെ തന്നെ ലോക്സഭയിലും അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ തന്നെയുള്ള പ്രാധാന്യം എത്ര ശതമാനം ചോദിച്ചാൽ 15% മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനം നമ്മൾ എല്ലാവരും സന്തോഷിച്ചു. ഈ ഒരു പദ്ധതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും ആഘോഷിച്ചു. സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ നമ്മൾ ആഘോഷിച്ചു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത്, പിറ്റേ ദിവസം ഇന്ത്യ സഖ്യം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ആമുഖ പ്രഭാഷണത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാം തന്നെ സൂചിപ്പിച്ചു, ഇന്ത്യ സഖ്യം എല്ലാ കാര്യത്തിനും എതിർക്കുന്നത് പോലെ ഇതിനെയും പൂർണ്ണമായി എതിർത്തു. കാരണം 40 വർഷമായിട്ട് വനിതാ സംവരണ ബിൽ വരണം എന്ന് പറഞ്ഞ് ജനങ്ങളെ എല്ലാം തന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന 2023 ആയപ്പോൾ നമുക്കറിയാം, മോദി സർക്കാർ ഇത് കൊണ്ടുവന്നപ്പോൾ, ഇത് കൊണ്ടുവരേണ്ട സാഹചര്യം എന്താണ്? കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കുന്നത് തന്നെ ആ രാജ്യത്തെ വനിതകൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മുടെ രാജ്യത്തെ പ്രഥമ വനിതയായിട്ടുള്ള ദ്രൗപദി മുർമുജി സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന, ഒരുപാട് പ്രവർത്തനത്തിലൂടെ തന്നെ വളർന്നു വന്ന ശേഷം അവരിപ്പോ രാജ്യത്തിന്റെ പ്രഥമ വനിതയായ സാഹചര്യം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നിർമ്മല സീതാരാമൻജി, സുഷമ സ്വരാജി ഒക്കെ തന്നെ നമ്മളെ നേതൃപാഠവും തന്നെയാണ്. നമ്മൾ ഇവരെയൊക്കെ തന്നെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം ഇവർ മാത്രം പോരാല്ലോ, നമുക്ക് ഒരുപാട് നേതാക്കളും ഒക്കെ തന്നെ നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ തന്നെ വരണമെന്ന ഉദ്ദേശത്തോടു കൂടി, കാരണം സ്ത്രീകൾക്ക് പ്രാധാന്യം, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ഒരുപാട് മുന്നിൽ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി വിമൻ റിസർവേഷൻ ബിൽ അമെൻമെന്റോടുകൂടി പാസ്സാക്കുവാനായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നത്. അപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആർട്ടിക്കിൾ 370 ഒക്കെ തന്നെ എതിർത്തവർ, എന്തിന് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പോലും എതിർത്തവർ ഇതിനെയും എതിർത്തു. അപ്പോ കാരണം ഇത് ഒരിക്കലും സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. പുരുഷാധിപത്യം രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെ നിന്നാൽ മതി, പുരുഷന്മാരുടെ മുകളിലേക്ക് സ്ത്രീകൾ പോകണ്ട, അവർക്കൊരു 1-2 ആളുകളുണ്ട്, അതിൽ കൂടുതൽ മുകളിലോട്ട് പോകണ്ട. ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ നിന്ന് ജയിക്കാത്തത് കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം, കേരളത്തിലെ വയനാട്ടിൽ നിന്ന് ജയിച്ച ശേഷം അവർ പറഞ്ഞത്, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷേ പാർലമെന്റിൽ ഈ ഒരു നിയമം വന്നപ്പോൾ ഏറ്റവും ആദ്യം എതിർത്ത് സംസാരിച്ചതും പ്രിയങ്ക ഗാന്ധിയായിരുന്നു. അതുപോലെ കനിമൊഴി, ഇവരെ പോലുള്ളവർ മാത്രം മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ബാക്കി ആരും വരണ്ട, കാരണം ഞാൻ കഴിഞ്ഞാൽ പ്രളയം, വേറെ ആരും ഇതിലോട്ട് രാഷ്ട്രീയത്തിലോട്ട് വരണ്ട എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ പറയുന്നത്, നമുക്കറിയാം 1971 അമെൻമെന്റിന് 54.5 കോടി ജനങ്ങളാണ് ഒന്നുണ്ടായിരുന്നത്. അന്നത്തെ ഈ അമെൻമെന്റ് പ്രകാരം 543 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2026 ആയപ്പോ ഈ 54 കോടിയിൽ നിന്നും 3 ഇരട്ടിയായി വർദ്ധിച്ച്
ഇപ്പൊ ഈ ഒരു സെൻസസും കൂടെ കഴിയുമ്പോൾ 150 കോടിയിലധികം ജനങ്ങളാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോഴും അവർ പറയുന്നത് 54 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ അതേ സീറ്റ് തന്നെയാണ് ഇപ്പോൾ 3 ഇരട്ടി വർദ്ധിച്ച് 150 കോടി ജനങ്ങൾ ഉള്ളപ്പോഴും മതി എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും അനീതിയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം സ്ത്രീകൾ ഒരിക്കലും മുന്നോട്ട് വരരുത് എന്ന ഉദ്ദേശത്തോടു തന്നെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നമ്മളിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇപ്പൊ ഞാനും ബീന ചേച്ചിയും മനു ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ കൗൺസിലേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വനിതാ ബില്ലിന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചും നമ്മുടെ വനിതാ ബിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ മുന്നേ തന്നെ, കാരണം ഇത് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കൗൺസിലിൽ ഇങ്ങനെ ഒരു ചർച്ച വെക്കണം, പ്രമേയം വെക്കണമെന്ന് നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡറിന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രമേയം തിരുവനന്തപുരം നഗരസഭയിൽ അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ച ഉടൻ തന്നെ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ എണീറ്റ് നിന്നിട്ട് ഇത്രത്തോളം സ്ത്രീകളോട് അവർക്ക് വെറുപ്പുണ്ടോ എന്ന് തോന്നിയത് എനിക്ക് ഇന്നാണ്. കാരണം സ്വന്തം പാർട്ടിയുടെ കൗൺസിലർമാർ തന്നെ ഈ പ്രമേയം അവതരിപ്പിച്ച ശേഷം എന്നോടൊന്ന് പറഞ്ഞു, കാരണം ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഈ സമരത്തിനും ഒക്കെ തന്നെ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടാറില്ല. അവർ പറഞ്ഞതാണ്. പുതിയതായിട്ട് വന്ന കൗൺസിലർമാരാണ് സൂചിപ്പിച്ചത് മറ്റു പാർട്ടിയിൽ. അവർ പറഞ്ഞു, കാരണം ഞങ്ങളിത് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ്. കാരണം ഒരുപാട് അവരുടെ അമ്മമാരും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. ഈ ഒരു ബില്ല് വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കും ഒക്കെ തന്നെ പരിഗണന കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് നമുക്ക് എതിർത്ത് നിൽക്കാനേ സാഹചര്യമുള്ളൂ. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശമാണ് ഇത് എതിർക്കുക എന്നുള്ളത്. പാവം, പക്ഷെ ഈ കൗൺസിലർമാർക്ക് അറിയില്ല അവരെ തഴയപ്പെടുകയാണ്. കാരണം അവരൊരിക്കലും മുന്നോട്ട് വരരുത് എന്ന് ആഗ്രഹിച്ചാണ് അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാർ അവരോട് ഈ സമരത്തിനുമൊക്കെ തന്നെ ഇറങ്ങാൻ പറയുന്നത് എന്ന് അവർക്ക് അറിയില്ല. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഞാൻ സൂചിപ്പിക്കാം. അനുഭവമല്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഞാനൊരു ബൈ ഇലക്ഷനിലൂടെയാണ് ഞാൻ വരുന്നത്. 2016 എന്റെ മാമനായിരുന്നു 2015 BJP-യുടെ ഫസ്റ്റ് കൗൺസിലർ പാപ്പനംകോടില്. അപ്പോൾ മാമൻ മരിച്ച ശേഷം ഒരു ബൈ ഇലക്ഷനിൽ കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ മത്സരിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു, മത്സരിക്കരുത്, പാർട്ടി BJP ആണ്, മത്സരിക്കരുത്. കാരണം ഈ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ 5 വർഷം കൗൺസിലറായി ശേഷം BJP ആയതുകൊണ്ട് തന്നെ, സംവരണ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ 4 വർഷത്തിന്റെ ഈ ഒരു വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും തഴഞ്ഞിരിക്കും, പിന്നീട് കറിവേപ്പില പോലെ എടുത്ത് കളയുമെന്ന് സൂചിപ്പിച്ചു. പക്ഷേ സംവരണ സീറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ജനറൽ സീറ്റിലാണ് 2 ടേം മത്സരിച്ചതും വിജയിച്ചതും. കാരണം അത് പാർട്ടി BJP ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവസരം കിട്ടിയതും. കാരണം BJP എന്ന് പറഞ്ഞ പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തരുന്ന ഒരു പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് വനിതാ പ്രസിഡന്റുമാരിപ്പുണ്ട് പാർട്ടിയുടെ. അവർക്കൊക്കെ തന്നെ BJP അവസരം കൊടുത്തത് കൊണ്ടാണ്. മറ്റു പാർട്ടികൾ എത്ര വനിതയുടെ പ്രസിഡന്റുമാരുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ എത്ര വനിതകളുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പോളിറ്റ് ബ്യൂറോയിൽ നോക്കിയാലും ഒക്കെ തന്നെ, താഴെ ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ തന്നെ നോക്കിയാൽ എത്രത്തോളം വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 0 എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയറായിരുന്ന വ്യക്തി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് തലയിൽ പൊക്കിയെടുത്ത് വെച്ചിട്ട് ടപ്പേന്ന് താഴെ ഇടുന്നത് പോലെ ഇപ്പൊ ഒരു സ്ഥലത്ത് നോക്കിയാലും കാണാനില്ലാത്ത സാഹചര്യമാണ്. ഇത് നമ്മുടെ പാർട്ടിയിലില്ല. നമ്മുടെ പാർട്ടിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ത്രീകളെയും, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, കാരണം പലപ്പോഴും നമ്മൾ പറയും, എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ കുടികൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഡെപ്യൂട്ടി മേയർ ആയ ശേഷം ഫസ്റ്റ് വേദിയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള നമുക്കറിയാം, നമുക്ക് അദ്ദേഹം അടുത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്കൊക്കെ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും ദൈവിക ചൈതന്യമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മളെല്ലാവരും ആരാധിക്കും, നമ്മളെല്ലാവരും റോൾ മോഡലായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴുതപ്പോൾ അദ്ദേഹത്തിനെക്കാളും ഒരുപാട് പ്രായത്തിന് ഇളയതാണ്, ഒരു സാധാരണക്കാരിയാണ് ഞാൻ. തിരിച്ച് എന്റെ കാലിൽ അദ്ദേഹം തൊടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അങ്ങനെയാണ് ഓരോ BJP പ്രവർത്തകരും. അവരെല്ലാവരും സ്ത്രീകളെ അത്രത്തോളം ബഹുമാനത്തോടുകൂടി സ്ത്രീകൾക്ക് അവസരം കൊടുക്കണമെന്ന് ഇരിക്കുന്നവരാണ് ഓരോ പ്രവർത്തകരും. അത്തരത്തിലൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടി നമ്മൾ എല്ലാവരും ഭാഗ്യവതികൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട്. പണ്ട് ഞാൻ
പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ തന്നെ ഇലക്ഷന് പ്രവർത്തിക്കാൻ ഒരു വനിതയെ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. പലരും പറയും കാരണം നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് 100-180 തവണ കയറി ഇറങ്ങിയാൽ പോലും ഇലക്ഷന് ഒരാളെ പോലും വർക്ക് ചെയ്യാൻ കിട്ടാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ആയിരക്കണക്കിന് അമ്മമാരാണ് ഒരു നേതൃത്വത്തിന്റെ പിൻബലമില്ലാതെ നമുക്ക് വരുന്നത്. ഓരോ കാര്യത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ ജനത്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ എന്തെങ്കിലും വിഷയമുണ്ടായി, നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്താലും ഒക്കെ തന്നെ അതിൽ പ്രതികരിക്കാൻ നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് അമ്മമാർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. അത് മറ്റ് സംഘടനയിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പോടുകൂടി തന്നെ പറയാൻ സാധിക്കും. കാരണം അവർക്ക് കിട്ടുന്ന സംരക്ഷണം അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊരു സൂചന സമരം മാത്രമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇനിയും അവർ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.